കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പൊന്നാങ്കണ്ണി ചീര തോരൻ ഉണ്ടാക്കുക. അപ്പൊ ചീര വിളവെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ആ ചീരക്ക് വേണ്ട തോരന് വേണ്ട എല്ലാ സാധനങ്ങളും ഉപ്പൊഴിക്കുക. ഉപ്പ് പിന്നെ നമുക്ക് ഉണ്ടാക്കാനാവും. ബാക്കി എല്ലാം ഞങ്ങൾ ഇവിടെ വിളവെടുത്തതാ കേട്ടോ. എല്ലാം ഇവിടുത്തെ കൃഷികൾ തന്നെയാ. പൊന്നാങ്കണ്ണി ചീര, അതിലിടാനുള്ള കാന്താരി, പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിപ്പോ അതിലിട്ടില്ല തോരൻ ഉണ്ടാക്കുമ്പോ. പിന്നെ വെളിച്ചെണ്ണ, തേങ്ങ, ചീര എല്ലാം ഇവിടുത്തെ ഞങ്ങളുടെ അധ്വാന. അപ്പം നമുക്ക് വിളവെടുക്കുന്നതും കാന്താരി വറക്കുന്നതും ഉള്ളി വിളവെടുക്കുന്നതും എല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ. എന്നാ വേദി കാണാനും ഇല്ല. എന്റെ പൊന്നാങ്കണ്ണി ഞാൻ ഉണ്ടാക്കിയത് എനിക്കിത് വിളവെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഉണ്ടായ ഭംഗി ഇങ്ങനെ നോക്കി കാണാൻ എനിക്കിഷ്ടം. പക്ഷെ പൊന്നാങ്കണ്ണി ഉണ്ടാക്കിയത് നമുക്ക് തോരൻ വെച്ചാലേ പറ്റുള്ളൂ. കാരണം അതിങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ട് കാര്യമില്ല. ഇത് ഭയങ്കര കണ്ണിന് കാഴ്ച വരുന്ന സംഭവം. ഇതിന്റെ തോരൻ അങ്ങ് ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഞാൻ ഇത് വിളവെടുക്കുക. എന്താ സൂപ്പർ. സ്ഥലമില്ലാത്തവർക്കൊക്കെ പറ്റൂട്ടോ. അതാ ഞാനൊരു മൂക്കുമേൽ ഇങ്ങനെ തൂക്കി നിർത്തതാ. കൊറേ കുപ്പി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഞാനെന്നും ഇത് നോക്കുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം, ഒരു കൗതുകം. ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ. ഇനി ഞാന് ഇതിവിടെ നിൽക്കട്ടെ. ഞാൻ കപ്പന്റെ ഇടയിൽ കൂടെ ഒക്കെ നട്ടു. അതും കൂടി ഒന്ന് വിളവെടുത്താട്ടെ. ഇതല്ല, ഇത് കപ്പന്റെ ഇടയിൽ കൂടെ നട്ടു. കപ്പന്റെ ഇടയില് ഇതങ്ങ് നട്ടുകൊടുക്കുക. കപ്പാളായി വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രയോ പ്രാവശ്യം പൊന്നാങ്കണ്ണി ചീര വയ്ക്കുക. വെയില് തട്ടുമ്പോ കളറ് മാറുന്നുണ്ട്. വെയില് തട്ടിയില്ലെങ്കിൽ പച്ച കളറുവാ. അപ്പൊ ഞാനത് കണ്ടത്. ഇവിടെ ഒന്നും വെയിലില്ല. കണ്ടോ, ഇതൊക്കെ കപ്പന്റെ ഇടയില. ഞാനത് ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കാന്താരി വിളവെടുക്കുക. തോരന് നമുക്ക് എല്ലാ സ്പോട്ടിലാണ് പറിക്കുന്നത്. കാന്താരിയും പൊന്നാങ്കണ്ണി ചീരയും. ഇനി ഉള്ളി വിളവെടുക്കാൻ പോട്ടെ. ആവശ്യത്തിന് വിളവെടുത്താൽ മതിയല്ലോ. ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുള്ള് വിളവെടുത്ത് പിന്നെ അത് വാടണ്ടല്ലോ. ഫ്രഷായിട്ട് ഇതാ കുറച്ച് പഴുത്തും പോയി. രണ്ട് കറിവേപ്പില 2 എണ്ണം മതി, ഒടിച്ചെടുക്കണ്ട. വെറും 2 മതി. അപ്പം അതിനനുസരിച്ചുള്ളത് മതിയല്ലോ. എൻ്റെ കറിവേപ്പില കണ്ടോ, ഇത് ഞാൻ ഇനി വെട്ടിക്കൊടുക്കുക. ഇലയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ഒതുക്കണം. മേലെ കയറിപ്പോയി. ഞാനിങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കല. ഇനി ഉള്ളി വിളവെടുക്കുക. കുറച്ച് മതിയല്ലോ, നമ്മളെ ആവശ്യത്തിന് മതി. എന്താ ഉള്ളി വിളവെടുത്തപ്പം നോക്ക്. ഞാനിങ്ങനെ ആവശ്യത്തിനുള്ളത് മാത്രമേ വിളവെടുക്കൂ. ഈ പൊന്നാങ്കണ്ണി ചീര നമ്മൾ പറയുന്നത് കേൾക്കലുണ്ടല്ലോ, അത് വെയിൽ കൊണ്ടാണ് വളരുന്നതെങ്കിൽ അത് ചുവപ്പായിരിക്കും. വെയിലില്ലാത്ത ഭാഗത്ത് പൊന്നാങ്കണ്ണി പച്ചയായിരിക്കുന്നുള്ളത്. ശരിക്കും ഇതാട്ടോ. ഇതിന്റെ കളർ നോക്കിത് വെയിൽ കൊണ്ട് ഇങ്ങനെ ഞാൻ തൂക്കിയിട്ട് വിളവെടുത്തതായി. നോക്ക്, ഇതിന്റെ ഒരു കളർ മാറ്റോ. ഇത് ഞാൻ കപ്പന്റെ ഇടയിൽ നിന്ന് കപ്പ നടുവരെ ചുറ്റും ഇങ്ങനെ നട്ടു കൊടുത്തിന്. അതിന് വെയിലൊന്നും കിട്ടിയില്ല. അതിന് കപ്പ ഇങ്ങനെ പൊങ്ങി വെക്കുമ്പോ സൈഡിലൊക്കെ വന്ന മറവാ. നോക്കിത് പച്ച. ഇപ്പൊ പറഞ്ഞത് ശരിയാട്ടോ, പൊന്നാങ്കണ്ണി ചീര. അപ്പം അറിയാത്തവർക്ക് കാണിച്ചു തരുന്ന, എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടതാണ്. പൊന്നാങ്കണ്ണി ചീര ആണെങ്കിൽ അത് അറിയാനുള്ളത്, പിന്നെ വെയിലത്താണെങ്കിൽ അത് ചോക്കും, പിന്നെ തണലത്താണെ പച്ച. അത് സംഭവം ശരിയാ. ഇതാ വ്യത്യാസം കണ്ടില്ലേ. അപ്പൊ ഞാനിത് അരിഞ്ഞ് എല്ലാം റെഡിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റെപ്പും കാണിച്ചു തരാം. അപ്പം വിളവെടുത്ത് കൊണ്ടുവന്നൊക്കെ കണ്ടില്ല. ഉള്ളി വരെ ഇനിയിപ്പോ ഉള്ളിയൊക്കെ എല്ലാവരും നട്ടോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇത് അരിയട്ടെ. ഇതാ എല്ലാം ഒന്ന് നന്നാക്കി എടുത്ത് ഇനി ഇത് കഴുകി വൃത്തിയാക്കണം. അതിന്റെ ബാക്കി ഭാഗമാണ് ഇത് ഞാൻ ഇന്ന് നടും. അങ്ങനെയാണ് വീണ്ടും പൊന്നാങ്കണ്ണി ചീര ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് വേഗം മുളക്കും. മഴ തുടങ്ങിയല്ലോ. മഴ തുടങ്ങി തന്നെ ഇടക്കിടക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ. ഇതിങ്ങ് നടും. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് കാണിച്ചു തരാം. കഴുകി വൃത്തിയാക്കി ഇനി അരിയട്ടെ. ഇത് അരിഞ്ഞു, ചെറുതാക്കി അരിഞ്ഞു. ഇനി ഞാൻ ഇത് തോരൻ ഉണ്ടാക്കാൻ നോക്കട്ടെ. തേങ്ങ, കാന്താരി, ഉള്ളി എന്നൊന്ന് ഒതുക്കിയെടുക്കട്ടെ.
ജാറിൽ ഒന്ന് കറക്കിയെടുത്ത് അധികം അങ്ങോട്ട് പൊടിഞ്ഞു പോണ്ട ഒന്നും ഇങ്ങോട്ട് കറങ്ങിയാൽ മതി. തോരൻ ഉണ്ടാക്കാൻ ഒരുങ്ങ ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും തോരൻ ഇങ്ങനത്തെ ഒക്കെ മീന് ഇറച്ചി എല്ലാം ഞാൻ മൺപാത്രത്തിലാണ്. നാടൻ കറിക്ക് നാടൻ പാത്രം, കുറഞ്ഞ വെളിച്ചെണ്ണ മതി. കാരണം നമ്മൾ തേങ്ങ ഇടുന്നുണ്ടല്ലോ. ഇന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ. ആദ്യം എണ്ണ ചൂടായി വെളുത്തുള്ളി ഇട്ടു ചതച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഉപ്പല്ലാത്തതൊക്കെ ഞാൻ ഉണ്ടാക്കിന്നല്ല പറഞ്ഞത്. അപ്പം വെളുത്തുള്ളി ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതായിട്ടില്ല. ഇത് ഞാൻ വാങ്ങിയത് തന്നെയാ കേട്ടോ ഈ വെളുത്തുള്ളി. പിന്നെ ചെറിയ ഉള്ളി വേഗാവും, വെളുത്തുള്ളി അങ്ങനെ ആവുന്നില്ല കേട്ടോ, വിളവാകുന്നില്ല. ഞാൻ പറിച്ചു നോക്കി ആയിട്ടില്ല. ചെറിയ ഉള്ളി നിറയെ ചുറ്റും കുഞ്ഞു കുഞ്ഞുള്ളികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊരു തിരുത്ത്. അതാ വെളുത്തുള്ളി ഇങ്ങനെ ഗോൾഡൻ കളറായി. നമുക്ക് പൊന്നാങ്കണ്ണി ചീര ഇടാം. ഇതൊരു ചെറിയ പാത്രം എടുത്തത്, കുറച്ച് തന്നെ ഉണ്ടാക്കുന്നത്. ഈ മൺപാത്രത്തിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ചൂടാവാൻ കുറച്ച് താമസമാണെങ്കിലും ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുറയൂല കേട്ടോ, കുറച്ചിടണം. പിന്നെ ഗ്യാസിനൊക്കെ ലാഭ, കുറച്ചിട്ടാ മതി. ഈ പച്ചയും ചോപ്പും എല്ലാം മിക്സായി നോക്കുമ്പോ തണലത്തുള്ളത് പച്ചയും വെയിലത്തുള്ളത് ചോപ്പുമായി തീര. ഇതിന്റെ ഗുണം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കഴിക്കുന്നവർക്ക് കണ്ണാശുപത്രിയിലേക്ക് പോവേ വേണ്ട എന്നുള്ളതാ. ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ കണ്ണിന് നല്ല ശക്തി. പകൽ പോലും നക്ഷത്രത്തെ കാണുന്നുള്ള പരസ്യമായി ഈ പൊന്നാങ്കണ്ണി ചീരക്ക്. ഏതായാലും എനിക്ക് കാഴ്ച കുറവുണ്ട്, ഞാനിത് എപ്പോഴും കഴിക്കല. അതുകൊണ്ട് മെച്ചമുണ്ട് കേട്ടോ, മെച്ചമുണ്ട്. ഞാനൊന്ന് വാടട്ടെ. ഉപ്പ് ഇടണം, ആവശ്യത്തിന് ഉപ്പ്. ചിലർക്ക് കൂടുതൽ ഉപ്പ് വേണം, ചിലർക്ക് കുറച്ച് മതി. ഇവിടെ കുറച്ച് മതി. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇപ്പൊ എല്ലാ മക്കളും കളിയല്ലല്ലോ, മൊബൈലിൽ കളിയല്ലേ. ആ കളിയല്ല ഇപ്പൊ ഉള്ളത്. ഒരു മാങ്ങ വരെ എറിഞ്ഞു കൊടുക്കൊന്നും അവർക്കാവൂല. അവരെല്ലാവരും ഇപ്പൊ അവധി ദിവസമല്ലേ, ഏപ്രിൽ മെയ് അവധി ഒക്കെ മൊബൈലില്ല. അവർക്കൊക്കെ ഈ പൊന്നാങ്കണ്ണി ചീര നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാനിത് കഴിച്ചിട്ട് എനിക്ക് കാഴ്ചക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് കുറേ നട്ടുപിടിപ്പിച്ചിരുന്നു. കാഴ്ച കുറച്ചൊരു മെച്ചായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ തേങ്ങ ഇടട്ടെ. തേങ്ങ ഒതുക്കിയ തേങ്ങ എല്ലാത്തിനും തേങ്ങ ഇടണം. ഇത് പാണ്ടി. അതുകൊണ്ട് ഇളക്കുമ്പോ പിടിച്ചൊന്നും വെച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവൊന്നുമില്ല. ഇനി ഞാനതൊന്ന് മൂടി വെച്ച് ഒന്ന് ചാമ്പി വേവട്ടെ. ഇലക്കറികളൊന്നും അധികം വേവിക്കരുതെന്നാ. അതിനധികം വേവൊന്നും ഉണ്ടാവൂരാണോ. അടച്ച് വെച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഇതാ എൻ്റെ പൊന്നാങ്കണ്ണി തോരൻ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയതാ, എല്ലാം ഒത്തതാ. മുളക്, ഉപ്പ് എല്ലാം റെഡിയാ. അപ്പോൾ എൻ്റെ തോരൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.